ഹരി ഓം. കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ഷീലായപ്പൻ്റെ പ്രണാമം. ഇന്ന് നമ്മളൊരു പുതിയ പാഠ്യപദ്ധതി തുടങ്ങുകയാണ്. അതിൻ്റെ പേര് ശ്രീ കൽക്കി ദർശന പാഠങ്ങൾ എന്നാണ്. കഴിഞ്ഞ 62 വർഷമായിട്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞ ദർശനങ്ങളും സത്യങ്ങളും ഒക്കെയാണ് ഇതിൽ കൂടെ പറയാൻ പോകുന്നത്. ഇതിനോടകം ഞാനൊരു മറ്റൊരു പാഠ്യപദ്ധതി നടക്കുന്നുണ്ട്, 13 പോയിൻ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് ഇപ്പോൾ 8-9 ആകാൻ പോകുന്നു. അപ്പോൾ അതൊരു 3-4 ദിവസം കൊണ്ട് തീരും. അതിനു മുമ്പ് ഞാൻ മറ്റൊന്ന് തുടങ്ങുകയാണ്. ഇതിനകത്ത് ദർശന പാഠങ്ങൾ, ആത്മദർശന പാഠങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇത് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ലോകത്ത് മനുഷ്യന് ധാരാളം പണമുണ്ട്, പണം ഇല്ലാത്തവരും ഉണ്ട്. എന്നാലും ഭൂരിപക്ഷം ആൾക്കാരും അത്യാവശ്യം ജോലിയൊക്കെ ഉണ്ട്, സാമ്പത്തിക ചുറ്റുപാടൊക്കെ ഉള്ളവരാണ്. പക്ഷെ അവർക്ക് ശാന്തിയില്ല, സമാധാനമില്ല, വീട്ടിലെ പ്രശ്നം, മക്കളെ കൊണ്ട് പ്രശ്നം, തൊടുന്നതെല്ലാം പ്രശ്നം, രോഗങ്ങൾ വിട്ടൊഴിയുന്നില്ല. അങ്ങനെ ധാരാളം പ്രശ്നങ്ങളിൽ കിടന്ന് മനുഷ്യന് ഉഴലുകയാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ അറിയിക്കുക എന്നതാണ് എൻ്റെ ധർമ്മം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ശ്രമിക്കുന്ന മുഴുവൻ. കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെയാണ്. എങ്കിലും ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. എനിക്ക് ജോലിയുണ്ട്. കാരണം നമുക്ക് ജോലിയില്ല, ജീവിക്കാൻ പറ്റത്തില്ല. കാശില്ലാതെ നമുക്ക് ആത്മീയം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന് ഒന്നാമത്തെ പാഠത്തിൽ വിജ്ഞാനം, ജ്ഞാനം, അജ്ഞാനം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാഠം വിജ്ഞാനം, ജ്ഞാനം, അജ്ഞാനം. അപ്പോൾ എന്താണ് വിജ്ഞാനം എന്ന് നോക്കാം. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള അറിവാണ്. നമ്മൾ ഈ നഴ്സറി ക്ലാസ് തൊട്ട്, അല്ലെങ്കിൽ ഒരുമാതിരി സംസാരിക്കാൻ തുടങ്ങുന്ന സമയം തൊട്ട് കുട്ടികൾ പറയും A ഫോർ ആപ്പിൾ, B ഫോർ ബോൾ, C ഫോർ ക്യാമൽ എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. പിന്നെ ജൂനിയർ KG തൊട്ട്, അല്ലെങ്കിൽ നഴ്സറി, ജൂനിയർ KG, സീനിയർ KG, പ്രൈമറി സ്കൂള്, മിഡിൽ സ്കൂള്, സെക്കൻഡറി സ്കൂള്, കോളേജ് എല്ലാം പഠിക്കുന്നത് നമ്മൾ വിജ്ഞാനമാണ്, അല്ലെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസമാണ് നേടുന്നത്. അതിനെയാണ് നമ്മൾ വിജ്ഞാനം എന്ന് പറയുന്നത്. സത്യത്തിൽ അത് വിദ്യ അല്ല, അതിനെ നമ്മൾ അവിദ്യ എന്നാണ്. ആത്മീയപരമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ പഠിക്കുന്ന മൊത്തം അവിദ്യയാണ്. വിദ്യ എന്ന് പറയുന്നത് ആത്മീയമായ അറിവാണ്, ഈശ്വരനെ കുറിച്ചുള്ള അറിവിനെയാണ് നമ്മൾ വിദ്യ എന്ന് പറയുന്നത്. പക്ഷെ അത് എങ്ങും ആരും പഠിപ്പിക്കുന്നില്ല. അപ്പം വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള അറിവ് നമ്മൾ കണ്ടും കേട്ടും വായിച്ചും അധ്യാപകർ പഠിപ്പിച്ചും ഒക്കെ കിട്ടുന്ന അറിവാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. അടുത്തത് ജ്ഞാനം. ജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരൻ, അല്ലെങ്കിൽ ഈശ്വരൻ എന്താണെന്ന് അറിയുന്നതാണ് ജ്ഞാനം. നമ്മളെന്ന് പറയുന്നത് 2 ഭാഗമാണ്. അതായത് ശരീരം ഉണ്ട്, ആത്മാവും ഉണ്ട്, ദേഹവും ഉണ്ട്, ദേഹിയുമുണ്ട്. ഇതിനെ നമുക്കൊരു സോഫ്റ്റ്വെയർ എന്ന് പറയാം. പിന്നെ ആത്മാവിനെ സോഫ്റ്റ്വെയർ എന്നും പറയാം, ശരീരത്തിന് ഹാർഡ്വെയർ എന്നും പറയാം. നമുക്കറിയാമല്ലോ, ഒരു മൊബൈൽ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന അതിൻ്റെ ഹാർഡ്വെയർ, അതിൻ്റെ പുറത്തുള്ള ഭാഗമാണ്. ഉള്ളിലിരിക്കുന്ന ഭാഗമൊന്നും നമുക്ക് കാണത്തില്ല. പക്ഷേ അതിനുള്ളിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുള്ള കാര്യം നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ധാരാളം പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സയൻസിൽ പഠിക്കുന്നുണ്ട്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതെല്ലാം നടത്തണമെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് എനർജി വേണം. ഒരു ഊർജ്ജമില്ലാതെ